നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കിയല്ലോ. വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായിട്ടും കുട്ടികൾക്ക് കൊടുക്കാനും ഒക്കെ പറ്റിയ നല്ല രുചിയുള്ള പലഹാരം എളുപ്പം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതാണ് നുറുക്ക് ഗോതമ്പ് എന്ന് പറയണത്. നല്ല തരി പോലെ ഇതിരിക്കുന്നത്. ഞാനിപ്പോ ഇതിവിടെ 1 കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇത്രയും എടുക്കണ്ട കേട്ടോ, കാരണം ഇത് നമ്മൾ കുതിർത്തിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാടായി പോകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പകുതി എടുത്താൽ മതി കേട്ടോ. ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പാനിൽ ഇട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നല്ല ചൂട് വെള്ളത്തില്, ഇതിപ്പോ തിളച്ച വെള്ളം കേട്ടോ, അപ്പൊ അതൊന്ന് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമുണ്ട്, അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. അപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് കേട്ടോ. ഇതിപ്പോ 2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇല്ലാതെ എന്ത് പലഹാരം അല്ലേ. അപ്പൊ ഇതും പുഴുങ്ങിയെടുത്ത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാതെ 10 മിനിറ്റിന് ശേഷം കണ്ടോ ഇത്രയും നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ കായപ്പൊടി ഇടുന്നുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ ഇടാം കേട്ടോ. പിന്നെ ഇടുന്നത് അയമോദകമാണ്. അയമോദകം അജ്വൈൻ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ. അത് ഒരു 1/4 ടീസ്പൂണോളം ഇടുക. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇടാം കേട്ടോ. ചെറിയ ജീരകം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മസാലപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇതിൽ ഇത്ര മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഗോതമ്പ് നുറുക്ക് ഗോതമ്പിൽ ഉണ്ടാവും വെള്ളം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലും അത്യാവശ്യം വാട്ടർ കണ്ടന്റ് ഉണ്ടാവും. അപ്പൊ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഏത് ഷേപ്പിലാണോ വേണ്ട അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോ ഇത് റൗണ്ട് ഷേപ്പ് ആയിട്ടാട്ടോ എടുക്കുന്നത്. പിന്നെ കയ്യിൽ ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നനച്ച് കൊടുത്താൽ മതിയേ. ഇനി നല്ല ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം നമ്മൾ ഇതിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ട് ഒരു ദോശത്തവയിൽ വെച്ച് ദോശ ചുട്ടെടുത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇനി ഒന്നുമില്ല, തിളച്ച എണ്ണയിലേക്ക് ഇടുക. ഫ്രൈ ചെയ്തെടുക്കുക. 2 വശവും ബ്രൗൺ കളർ ആവുന്ന വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാട്ടോ ഞാനിത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട, ചിലപ്പോൾ എണ്ണ കുടിച്ചാലോ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.